പ്രൈസ് ദി ലോർഡ്. ഇന്ന് എങ്ങോട്ടാണെന്നല്ലേ തീർത്ഥാടനം? ഹായ് വ്യൂവേഴ്സ്, ഹിയർ ഈസ് ദി വെരി ഫേമസ് കുറവിലങ്ങാട് റോമൻ കാത്തലിക് ചർച്ച്, ദാറ്റ് ഈസ് ദി മർത്തമറിയം ചർച്ച്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ജൂബിലി വർഷമായ 2025 എല്ലാ പള്ളികളിൽ നിന്നും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാറുണ്ടല്ലോ. പല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക്, ഇൻക്ലൂഡിങ് റോം. അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയതാണ് ഇത്. AD 105 കുറവിലങ്ങാട് ഒരു മർത്തമറിയം ചർച്ച് സ്ഥാപിതമായത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു മിറാക്കിളാണ്. അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളമില്ലായിരുന്ന സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വെള്ളമില്ലാതിരുന്ന സമയത്ത് മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഒരു ഉറവ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണിവിടെ പള്ളി ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെയുള്ള പല റീസൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ അന്തസത്ത വെള്ളമില്ലായിരുന്നിടത്ത് വെള്ളം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇതാ ഈ ഫലകങ്ങളിൽ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. മാതാവ് വന്ന അത്ഭുതം പ്രവർത്തിച്ചുണ്ടായ ആ ഓലി ഇപ്പോൾ വലയിട്ട് മൂടി സംരക്ഷിക്കപ്പെട്ട് അതിൽ നിന്ന് പൈപ്പും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. തീർത്ഥാടകർ ഇതിൽ നിന്ന് കുപ്പികളിൽ വെള്ളം ശേഖരിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇതാണ് ആ ഓലി അല്ലെങ്കിൽ കൊച്ചു കിണർ. ഇതാ ഈ ടാപ്പുകളിൽ നിന്ന് തീർത്ഥാടകർ വെള്ളം ശേഖരിച്ചുകൊണ്ട് പോകും വീട്ടിലേക്ക്. അപ്പം അങ്ങനെയാണ് കപ്പൽ. ആ കഥയാണ് ഇവിടെ. പഴയ നിയമത്തിലെ യോന പ്രവാചകന്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട കപ്പലാണ് അടുത്തത്. ആ ചരിത്രം ഇതാണ്. ദൈവം യോന പ്രവാചകനോട് നിനവേയിലേക്ക് പോവുകയും അവിടുത്തെ വിക്കറ്റ്നെസ്സിന് എതിരെ പ്രസംഗിക്കുകയും ചെയ്യാൻ പറഞ്ഞു. ആളുകളോട് മനസ്തപിച്ച് രക്ഷ പ്രാപിക്കാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. പക്ഷേ യോന അത് നിഷേധിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് കപ്പൽ കയറി. പക്ഷേ അദ്ദേഹം കപ്പൽ കയറിയപ്പോൾ മുതൽ ഭയങ്കര സ്റ്റോമായി, കൊടുങ്കാറ്റ്. അപ്പോൾ കപ്പലിലുണ്ടായിരുന്ന ക്രൂ പറഞ്ഞു, യോന ലക്ഷണപ്പശകാണ്, യോന കയറിയത് കൊണ്ട് മാത്രമാണ് ഈ സ്റ്റോം ഉണ്ടായത്, നീ ഒഴിവാകണം എന്ന് പറഞ്ഞു. അപ്പോൾ യോന പറഞ്ഞു, നിങ്ങൾ എന്നെ കടലിലേക്ക് എറിഞ്ഞു. അവസാനം യോന കടലിലേക്ക് വീഴപ്പെടുകയും ഒരു തിമിംഗലം യോനയെ വിഴുങ്ങുകയും ചെയ്തു. 3 ദിവസം തിമിംഗലത്തിൻ്റെ ശരീരത്തിനുള്ളിലായിരുന്നു. പിന്നീട് ദൈവം ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത് വന്നപ്പോഴേക്കും തിമിംഗലം യോനയെ കക്കിയിട്ടു കരയിലേക്ക്. ആ സമയം കൊണ്ട് തന്നെ യോന റിപ്പൻറ്റ് ചെയ്യുകയും ദൈവത്തെ ഓർക്കുകയും പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് വിചാരിക്കുകയും ചെയ്തിരുന്നു. തീരത്തെത്തിക്കഴിഞ്ഞപ്പോൾ യോന നിനവേ നിവാസികളോട് റിപ്പൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും എല്ലാവരും ദൈവത്തെ പ്രതി റിപ്പൻറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ചരിത്രം. അതനുസ്മരിച്ചുകൊണ്ട് കുറവിലങ്ങാട് പള്ളിയിൽ ഓരോ വർഷവും ഈ കപ്പൽ പ്രദക്ഷിണം ഉണ്ട്. അതായത് കപ്പൽ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം തിരുനാളോടനുബന്ധിച്ച്. അതാണ് ഈ കാണുന്ന കപ്പൽ. കൊടുങ്കാറ്റ് വന്നതും യോന കടലിലേക്ക് വീണതും ദൈവഹിതമായിരുന്നു എന്നാണ് വിശ്വാസം. ഗ്ലിംസസ് ഓഫ് ദി വേൾഡ്. ത്രേസി തോമസ്.